ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ 499, 500 വകുപ്പുകളാണ് മാനനഷ്ട കേസിനെ പറ്റി വിവരിക്കുന്നതും ശിക്ഷാ നടപടിയെപ്പറ്റി പറയുന്നതും. 499 ഒരു വ്യക്തിയുടെ അഭിപ്രായ പ്രകടനം എങ്ങനെയൊക്കെ മാനനഷ്ടത്തിൻ്റെ പരിധിയിൽ വരാമെന്ന് വ്യക്തമാക്കുന്നു. ഏതെങ്കിലും ഒരാൾ ബോധപൂർവം മറ്റൊരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ച് വാക്കാലോ എഴുതിയോ മറ്റെന്തെങ്കിലും വിധത്തിലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതാണ് മാനനഷ്ടത്തിൻ്റെ പരിധിയിൽ വരുന്നത്. മാനനഷ്ട കേസുകളെ പൊതുവിൽ രണ്ടായി തിരിക്കുന്നുണ്ട്: സിവിൽ ഡിഫോമേഷൻ എന്നും ക്രിമിനൽ ഡിഫോമേഷൻ എന്നും. വ്യക്തമായി വ്യക്തിഹത്യയുടെ ഉദ്ദേശം തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ഒരു കേസ് ക്രിമിനൽ സ്വഭാവമുള്ളതായി കണക്കാക്കാൻ കഴിയൂ. അല്ലാത്തപക്ഷം അത് സിവിൽ ഡിഫോമേഷനായി കണക്കാക്കപ്പെടും. ക്രിമിനൽ കേസുകളിൽ 2 വർഷം വരെ തടവ് ശിക്ഷയ്ക്ക് സാധ്യതയുള്ളപ്പോൾ സിവിൽ കേസുകളിൽ താരതമ്യേന ലഘുശിക്ഷകളാണ് നൽകപ്പെടുക. ഭരണഘടനയുടെ 19-ാം ആർട്ടിക്കിൾ തരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നത് ഈ നിയമമാണ്. ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നു എന്നതിനാൽ തന്നെ നിരവധി തവണ വിവാദങ്ങൾക്ക് വഴിതെളിച്ചതാണ് ഇത്തരം മാനനഷ്ട കേസുകൾ. ഫ്രാൻസിലെ മാനനഷ്ട നിയമങ്ങൾ ഇന്ത്യയുടേതിനേക്കാൾ കടുത്ത ശിക്ഷാ നടപടികൾ ഉള്ളതാണ്. ജർമ്മനിയിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. എന്നാൽ ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം കൂടുതൽ മൂല്യവത്തായി പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നതാണ് പൊതുവിലുള്ള ഒരു അഭിപ്രായം. ഇന്ത്യയിൽ സുപ്രീം കോടതി ഇത്തരത്തിലുള്ള കേസുകളിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് മാനനഷ്ട കേസുകൾ പരിഗണിക്കാറുള്ളത്. ഒരു മാനനഷ്ട കേസിൽ വ്യക്തിഹത്യ എന്ന ഉദ്ദേശത്തെ തെളിയിച്ചാൽ മാത്രമേ അത് ക്രിമിനൽ കേസിൻ്റെ പരിധിയിൽ വരൂ. എന്നിട്ടും രാഹുൽ ഗാന്ധി കേസിൽ പൂർണേഷ് മോദിയുടെ ആരോപണം ക്രിമിനൽ സ്വഭാവമുള്ളതായി കണക്കാക്കിയതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണ്. കാരണം പരാമർശത്തിൽ നേരിട്ട് പൂർണേഷ് മോദി വരുന്നില്ല എന്നതും നേരിട്ട് പരാമർശിക്കപ്പെട്ട നീരവ് മോദിയോ ലളിത് മോദിയോ അതുമല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ല കേസ് കൊടുത്തിരിക്കുന്നത് എന്നതും ഈ കേസിനെ സിവിൽ കേസിൻ്റെ തലത്തിലാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്ന അഭിപ്രായമാണ് പൊതുവെ ഉയരുന്നത്. എന്നിട്ടും ക്രിമിനൽ കേസായി പരിഗണിക്കപ്പെട്ട് അതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയായ 2 വർഷം തടവ് തന്നെ വിധി നൽകിയതും ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. ലഘു ശിക്ഷാ നടപടിയിൽ ഒതുങ്ങേണ്ട വിഷയത്തെ ക്രിമിനൽ കേസാക്കുകയും അതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ നൽകുകയും ചെയ്തു. ഇവിടെ 2 വർഷത്തെ തടവ് ശിക്ഷ അല്ലായിരുന്നെങ്കിൽ പാർലമെൻ്ററി സ്ഥാനത്തിന് അയോഗ്യത കൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് രാഷ്ട്രീയ പകപോക്കലാണെന്ന വാദമാണ് പൊതുവിൽ ഉയരുന്നത്. എന്നാൽ ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഇന്ത്യയിലെ ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെട്ടത് ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനത്തിലെ അനാവശ്യ തിടുക്കം മൂലമാണ്. വിദേശ മാധ്യമങ്ങൾ പോലും ഇത് വലിയ വാർത്തയാക്കിയത് രാജ്യത്തിൻ്റെ അന്തസ്സിന് അന്തർദേശീയ തലത്തിൽ കോട്ടം തട്ടാൻ ഇടവരുത്തിയില്ലേ എന്നുള്ളതും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. സൂറത്തിലെ ഒരു ലോക്കൽ കോർട്ടിൻ്റെ വിധി ഉയർന്ന കോടതികളിൽ അപ്പീൽ കൊടുക്കാനും വാദിക്കാനും ശിക്ഷ വിധിച്ച കോടതി തന്നെ 1 മാസത്തെ സാവകാശം നൽകിയിട്ടും ആ കാലാവധി പൂർത്തിയാക്കാൻ പോലും കാത്തു നിൽക്കാതെ പരമാവധി ശിക്ഷ നടപ്പാക്കിയത് സാമാന്യ ജനങ്ങളെപ്പോലും ആശങ്കപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. ഒരു സാധാരണ പൗരന് പോലും തൻ്റെ ന്യായവാദങ്ങൾ നേടിയെടുക്കാൻ സുപ്രീം കോടതി വരെ പോകാൻ അനുവാദമുള്ള ഒരു രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ ശരിയായ നടത്തിപ്പിന് ഭരണ പ്രതിപക്ഷങ്ങളുടെ ആരോഗ്യകരമായ സമീപനങ്ങൾ ഏറെ പ്രസക്തമായിരിക്കെ പ്രതിപക്ഷത്തെ വലിയ ഒരു നേതാവിനെ വലിയ തിടുക്കത്തോടെ ശിക്ഷാ നടപടികൾക്ക് വിധേയനാക്കി എന്നതായിരുന്നു പൊതുവെ ജനസാമാന്യത്തിൻ്റെ അഭിപ്രായം. നടപടികളിലെ തിടുക്കം നീതി നിഷേധമായാണ് ഭൂരിപക്ഷം മനുഷ്യ മനസ്സുകൾക്കും തോന്നിയതെങ്കിൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്തും?